നമസ്കാരം. ജ്യോതിഷ ഭാരതിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. തുലാം രാശി ലഗ്നമായി ജനിച്ചാലുള്ളവരുടെ സാമാന്യ ഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. തുലാസിൻ്റെ രൂപമുള്ള തുലാം രാശി ജ്യോതിഷ് ചക്രത്തിലെ 7ാമത്തെ രാശിയാണ്. ഒരു പുരുഷൻ തുലാസ് കയ്യിലേന്തിയതാണ് രാശി സ്വരൂപം. കൃഷ്ണവർണ്ണമുള്ള ഈ രാശി ചരവും ഓജവും ആണ്. ഭൂതകൽപ്പനയിൽ വായുവും ശീർഷോദയ രാശിയുമാണ് തുലാം രാശി. പകൽ ബലമുള്ള രാശിയും കൂടിയാണ്. ചിത്തിരയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1-2-3 പാദങ്ങളും ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ലോക സുഖാനുഭവങ്ങളുടെ കർത്തൃത്വം അല്ലെങ്കിൽ കാരകത്വം വഹിക്കുന്ന ശുക്രനാണ് തുലാം രാശിയുടെ അധിപതി. ശുക്രന് തുലാത്തിൽ മൂലക്ഷേത്ര ബലവുമുണ്ട്. ശുക്രന് സ്വക്ഷേത്രമായിട്ടുള്ള ഇടവം രാശിയേക്കാൾ കൂടുതൽ ബലം തുലാം രാശിയിലാണ്. ബന്ധുവായ ശനിയുടെ ഉച്ചരാശിയും കൂടിയാണ് തുലാം. അതുപോലെ തന്നെ സൂര്യൻ്റെ നീചരാശിയും തുലാം തന്നെയാകുന്നു. മധ്യമ ശരീരപ്രകൃതിയാകും തുലാം ലഗ്നക്കാർക്ക് പൊതുവായി ഉള്ളത്. യോഗ്യതയും ആകർഷണീയമായ കണ്ണുകളും ഇവർക്കുണ്ടാകും. വളരെ ദീർഘകായന്മാരും മുഖം മാത്രം ദീർഘമായിരിക്കുന്നവരും ഈ ലഗ്നക്കാരിൽ കാണാൻ കഴിയും. പൊക്കം കുറഞ്ഞ തുലാം ലഗ്നക്കാർ പൊതുവെ വളരെ കുറവായിരിക്കും. സൂക്ഷ്മദൃഷ്ടിയോടെയുള്ള ശ്രദ്ധ ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഓർമ്മശക്തി കൂടുതലാണെങ്കിലും ശബല ഹൃദയരാണ്. സ്ത്രീ സംസർഗം കൂടുതലായിരിക്കുകയും ചെയ്യും. ജീവിത സുഖത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ്. ആദർശത്തെ മുൻനിർത്തിയാണ് ഇവരുടെ ജീവിതം. അതിൽ ആക്ഷേപങ്ങൾ ഉണ്ടായാൽ പോലും ഇവർ വകവയ്ക്കാറുമില്ല. ഇവരുടെ ആദർശം അന്യർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഇവർ തൽപരർ കൂടിയാണ്. പൊതുജനങ്ങളാൽ ഇവർ ബഹുമാനിക്കപ്പെടുന്നവരാണ്. രാഷ്ട്രീയത്തിലും വിജയസാധ്യത വളരെ അധികമാണ് തുലാം ലഗ്നക്കാർക്ക്. തോൽവികളിൽ പിന്മാറാത്ത സ്വഭാവമുള്ളതിനാൽ വിജയം വരെ ഇവർ പോരാടുന്നവരാണ്. ആഗ്രഹ സാഫല്യത്തിനായി പല ക്ലേശങ്ങളും സഹിക്കേണ്ടതായി വരുന്നു. മത്സരത്തിൽ കൂടി മാത്രം ജീവിത വിജയം കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഇവർക്ക് ഭൂരിപക്ഷം പേർക്കും ഉണ്ടാവുക. കാര്യപ്രാപ്തിക്ക് വേണ്ടി ധനം, അഭിമാനം, സ്ഥാനമാനങ്ങൾ വരെ ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറാവുകയും ചെയ്യും. തുലാം രാശിയുടെ അധിപതി ശുക്രൻ അഷ്ടമഭാവവും സ്വക്ഷേത്രവുമായ ഇടവത്തിൻ്റെയും അധിപതിയാകയാൽ ഈ ലഗ്നക്കാരുടെ പരാജയ കാരണങ്ങൾ ഇവർ തന്നെ ആയിരിക്കും എന്നത് ശ്രദ്ധേയമാണ്. നീതിയിലും ന്യായത്തിലും ഉറച്ചു നിന്നും മാത്രം പ്രവർത്തിക്കുന്നവരാണ് ഇവർ. അന്യായ വഴികൾ ഇവരെ ഒട്ടും തന്നെ പ്രലോഭിപ്പിക്കാറില്ല. അധികാരഭ്രമമുണ്ടെങ്കിലും അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല. മധ്യസ്ഥന്മാരായി നിന്ന് എന്ത് പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കുന്നതിൽ ഇവർക്ക് ജന്മസിദ്ധമായ ഒരു വാസന തന്നെയുണ്ട്. വ്യവസായവും വാണിജ്യവും എല്ലാം ഇവർക്ക് വിജയം നൽകുന്ന മേഖലകൾ തന്നെയാണ്. ഗണിതശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ഇവർ സമർത്ഥരായിരിക്കുകയും ചെയ്യും. മതപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കുകയില്ല എങ്കിലും ഇവരുടെ ഈശ്വര സങ്കല്പം വളരെ അമൂർത്തമാണ്. കാര്യസാധ്യത്തിനു വേണ്ടി ഇവർക്ക് ക്രൂരമായ പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ പോലും ഇവർക്ക് അത്തരം ഒരു ഭാവം ഒന്നും ഉണ്ടാവുകയുമില്ല. വിജയത്തിനായി ശത്രുക്കളുമായി മത്സരിക്കേണ്ടി വരും. ഇത് ഇവരെ പലപ്പോഴും ഏകാന്തതയിലേക്ക് നയിക്കുന്നതായി കണ്ടുവരുന്നു. ശാന്തതയും സൗമ്യതയും ജന്മസിദ്ധമായ ഗുണങ്ങളാണ്. ശ്രേഷ്ഠന്മാരായ സ്നേഹിതരും ബന്ധുക്കളും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. സന്തുഷ്ടമായ കുടുംബജീവിതത്തിനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് പലപ്പോഴും കിട്ടാതെ ഇരിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ബാഹ്യമായ സുഖത്തേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവർ ആത്മീയമായ ഒരു സുഖം തന്നെയാണ്. ശുക്രൻ്റെ അഷ്ടമാധിപത്യവും 6ാം ഭാവത്തിലെ ഉച്ചാധിപത്യവും ചൊവ്വയുടെ 7ാം ഭാവാധിപത്യവും എല്ലാം തന്നെ ദാമ്പത്തിക സുഖ വിഘ്നങ്ങൾക്ക് കാരണമായി കാണുന്നു. എന്നാൽ സുഖജീവിതത്തിന് പറ്റിയ പങ്കാളി ഇവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സന്താനങ്ങൾ ആരോഗ്യവും ഭാഗ്യവും ഉള്ളവരായിരിക്കും. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ഇവർക്ക് പൊതുവെ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സാധിക്കാതെ വരുന്നതായി കണ്ടുവരുന്നു. ഇവരോട് സഹകരിച്ചാൽ മാത്രമേ ഇവരുടെ സത്യസന്ധതയും നീതിബോധവും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തുലാം ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവതികളാണ്. മനസ്സിന് സുഖം നൽകുന്ന കലകളിൽ ഇവർ എപ്പോഴും വ്യാപൃതരായിരിക്കും. ഭക്ഷണം കഴിക്കുന്നതിനുള്ള രുചിക്കുറവും നീർദോഷങ്ങളും അർശോ രോഗങ്ങളും ഞരമ്പ് രോഗങ്ങളും ഗുഹ്യരോഗങ്ങളും ഒക്കെ ഈ തുലാം ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകളെ അലട്ടാറുണ്ട്. 4ഉം 5ഉം ഭാവങ്ങളുടെ അധിപതിയായ ശനി തുലാം ലഗ്നക്കാർക്ക് യോഗകാരകനാണ്. കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ ശനിയോടുകൂടി ശുക്രൻ നിന്നാൽ രാജയോഗം നൽകുന്നു. വ്യാഴം അത്ര ശുഭനല്ല. ചന്ദ്രൻ സ്വക്ഷേത്രമായ കർക്കിടകത്തിൽ നിന്നാൽ കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചയുണ്ടാകുന്നു.
തുലാം ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നത് സകലവിധ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ സൂചനയാണ്. മകരം, മിഥുനം, ചിങ്ങം, കർക്കിടകം എന്നീ ലഗ്നങ്ങളും കൂറുകളും ഉള്ളവരുമായി ഇടപാടുകൾ നടത്തുന്നത് ശുഭകരമാണ്. ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ തുലാം ലഗ്നക്കാരെ സംബന്ധിച്ച് നല്ല ദിനങ്ങളാണ്. വജ്രം, ഇന്ദ്രനീലം, മരതകം എന്നിവ അനുയോജ്യമായ രത്നങ്ങളുമാണ്. തുലാ ലഗ്നോദയോ ജാത സുധി സൽക്കർമ്മ ജീവിക വിദ്വാൻ സർവകലാഭിജ്ഞോ ധനാഢ്യോ ജനപൂജിത എന്നാണ് പ്രമാണം പറയുന്നത്. തുലാം രാശി ജന്മലഗ്നമായാൽ നല്ല ബുദ്ധിമാനും നല്ല പ്രവൃത്തികളിൽ ഉൾപ്പെട്ട് ജീവിക്കുന്നവരും വിദ്വാനും സകല കലകളിലും അറിവ് സമ്പാദിക്കുന്നവനും ധനാഢ്യനും എല്ലാവരുടെയും ആരാധനയ്ക്ക് പാത്രീഭവിക്കുന്നവനുമായി തീരും എന്ന് പ്രമാണസാരം. ഹരി ഓം തത്സത്. ജ്യോതിഷഭാരതി.